പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഏറ്റെടുത്ത് നയിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ അങ്ങയുടെ ഇഷ്ടം മാത്രം നടക്കട്ടെ. സർവശക്തനായ ദൈവമേ അനുഗ്രഹിക്കണമേ. പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവായ നല്ല ദൈവമേ, ഇന്ന് നല്ല പ്രഭാതം തന്നതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഈ പ്രഭാതം മുതൽ നാളെ പ്രഭാതം വരെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ആരോട് സംസാരിക്കുന്നുവോ, ആര് ഞങ്ങളോട് സംസാരിക്കുന്നുവോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ മാത്രം ഞങ്ങളിലൂടെ സംസാരിക്കണമേ. എൻ്റെ ഈശോയെ, ഇന്ന് ഞങ്ങൾ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ ഞങ്ങളെല്ലാവരും അനുഗ്രഹമായി മാറട്ടെ. വിശുദ്ധ കുർബാനയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും നമ്മുടെ മക്കളെയും പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ ഇടവക വികാരിക്കും നമ്മുടെ ധ്യാനകേന്ദ്രത്തിലുള്ള എല്ലാ വൈദികർക്കും ടീം മെമ്പേഴ്സിനും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 20-ാം തീയതി ഇന്ന് വ്യാഴാഴ്ച ഇന്നത്തെ വൺ ഡേ ധ്യാനത്തെ നമുക്ക് സമർപ്പിക്കാം. തെക്കന്ന് വടക്കന്ന് പടിഞ്ഞാറുന്ന് കിഴക്കന്ന് കർത്താവിൻ്റെ മക്കൾ വരട്ടെ. അതിൻ്റെ തടസ്സങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. അത്ഭുതകരമായ രീതിയിൽ യേശുവിൻ്റെ നാമത്തിൽ ഈശോ ആഗ്രഹിക്കുന്ന മക്കൾ വരട്ടെ. വരുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. യേശുവെ എഴുന്നള്ളി വരണമേ. നാളെ കർത്താവിൻ്റെ മക്കൾ വിവിധ നിയോഗങ്ങളായിട്ടാണ് വരുന്നത്. ഈശോയെ ഒരു തടസ്സമില്ലാതെ ഈശോയുടെ നാമത്തിൽ അവർ വരട്ടെ. അവർക്ക് അനുഗ്രഹങ്ങൾ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എന്നോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടവരെല്ലാവരെയും സമർപ്പിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. നിയോഗ പ്രാർത്ഥനകളിൽ ഇവർ സമർപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ കർത്താവെ അത് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം അവിടുന്ന് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ യേശുവേ, സർവശക്തനായ ദൈവമേ, സകല വിശുദ്ധരോട് ചേർന്ന് പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് സർവശക്തനായ രക്ഷകനായ യേശുവിനെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് എഴുന്നള്ളി വരണമേ. ധ്യാനം കൂടി പോയി എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ വരം കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരിലൂടെ അനേകം മക്കൾ അടുത്ത ധ്യാനങ്ങളിലേക്ക് ഇന്നും അടുത്ത മാസം 2-ാം തീയതിയുള്ള വൺ ഡേ ധ്യാനത്തിനും 13-ാം തീയതിയുള്ള നിന്നുള്ള താമസമുള്ള ധ്യാനത്തിലേക്കും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവെ അനുഗ്രഹിക്കണമേ. യേശുവെ നന്ദി. കർത്താവെ, ലോകമെമ്പാടുമുള്ള സകല മക്കൾക്ക് ശാന്തതയും സമാധാനവും സൗഭാഗ്യവും നിലനിൽപ്പിൻ്റെ വരവും ദൈവസ്നേഹം കൊടുക്കണമേ. ക്രിസ്തുവിനെതിരെ കർത്താവെ, ഞങ്ങൾക്കെതിരെ തുറന്നു വിടുന്ന പീഡനങ്ങൾ കർത്താവെ, അതെല്ലാം എല്ലാവർക്കും മാനസാന്തരം കൊടുക്കണമേ. കർത്താവെ, എല്ലാം മാറട്ടെ. വൈദിക സിസ്റ്റേഴ്സിനുള്ള നേരെ ആത്മായ പ്രേക്ഷിതർക്കെതിരെയുള്ള പീഡനങ്ങൾ കർത്താവെ, യേശുവെ നീ കാണുന്നു. അവിടെ എല്ലാവർക്കും മാനസാന്തരം കൊടുക്കണമേ. രാജ്യം തമ്മിൽ മതം തമ്മിലുള്ള വഴക്ക് പ്രശ്നങ്ങളൊക്കെ മാറ്റണമേ. കർത്താവെ, എല്ലാവരെയും പരസ്പരം സ്നേഹിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. സ്നേഹമുള്ള ദൈവമക്കളെ, നിങ്ങളുടെ ഏതെങ്കിലും വേറെ നിയോഗങ്ങളുണ്ടെങ്കിൽ അത് ഇതിനകത്ത് സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുക. ദൈവം ഈ പ്രാർത്ഥനയ്ക്കുള്ളൊരു ബ്ലെസ്സിങ് ഉണ്ട്, ഒരു അനുഗ്രഹമുണ്ട്. ആ അഭിഷേകത്താൽ നിങ്ങളുടെ ഏത് കാര്യങ്ങൾ ഇതിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ, കർത്താവ് അത്ഭുതം നടത്തുന്നവനാണ്. അവൻ നമുക്ക് മതിയായവനാണ്. ഹല്ലേലൂയ. എൻ്റെ ഈശോയെ എഴുന്നള്ളി വരണമേ. ഞങ്ങൾ നടത്താൻ പോകുന്ന കർത്താവെ കൺവെൻഷനുകളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, എൻ്റെ ഈശോയെ രോഗികളായി കിടക്കുന്നവരുണ്ട്. അവർക്ക് പാപമോചനം കൊടുക്കണമേ. കർത്താവെ, അവർക്കുടെ അത്ഭുത രോഗസൗഖ്യം കൊടുക്കണമേ. കർത്താവെ, അവരുടെ പാപങ്ങൾ ക്ഷമിക്കണേ. കർത്താവെ, പാപബോധം കൊടുക്കണമേ. കർത്താവെ, കൃഷികൾ ചെയ്തിട്ടൊന്നുമില്ല. കർത്താവെ, പല സ്ഥലങ്ങളിൽ പല മക്കൾക്കും പല ദേശത്തും അവിടെ എല്ലാം ദൈവത്തിൻ്റെ ഒരു കരം അവരുടെ മേൽ നീട്ടണമേ. കടലിൽ പോയിട്ടൊന്നുമില്ല. കർത്താവെ, ഇവരുടെ കടലിൽ ധാരാളം മത്സ്യങ്ങൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മത്സ്യബന്ധനത്തിന് പോകുന്ന എല്ലാവർക്കും കർത്താവെ തൃപ്തികരമായ രീതിയിൽ അന്നന്ന് വേണ്ടുന്ന ആഹാരം കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
അനുഗ്രഹിക്കണേ, 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 അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന എല്ലാ മക്കൾക്കും മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീടില്ലാതെ വേദനിക്കുന്നവർക്ക് വീട് കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സമുള്ള മക്കൾക്ക് വിവാഹം നിർത്തിവിടാനുള്ള പൈസയും ചേർന്ന വരനെയും വധുവിനെയും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, പല സ്ഥാപനങ്ങൾ നടത്തുന്നവർ, വർക്ക്ഷോപ്പ് നടത്തുന്നവർ, വാഹനം ഓടിക്കുന്നവർ, കർത്താവെ, ഓട്ടമില്ലാതെ പണിയില്ലാതെ വേദനിക്കുന്നവർക്കെല്ലാം തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എൻ്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മുടെ എല്ലാവരുടെയും ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണം, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഒന്ന് സൂചിച്ച മക്കളെ, ഹാലേലിയ, ഹാലേലിയ, ഹാലേലിയ. എല്ലാവരും സൂചിച്ചേ, യേശുവേ നന്ദി, ഹാലേലിയ, 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 ഹാലേലിയ. ഓ സർവശക്തനായ ദൈവമേ, സ്വർഗം തുറന്ന് ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കുന്നതിനോട് നന്ദി പറയുന്നു. രക്ഷകനായ യേശുവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ അവിടെ നിന്ന് വെറും കൈയോടെ വിടില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ദൈവമേ, ഞങ്ങളോട് എല്ലാവരും കരുണ കാണിക്കുന്നതിനോട് നന്ദി പറയുന്നു. സകല വിശുദ്ധരെ, പരിശുദ്ധമേ, സെന്റ് തോമസ്, സെന്റ് ആന്റണി, സെന്റ് സെബാസ്റ്റ്യൻ, വിശുദ്ധ കൊച്ചറീസിയായ സകല വിശുദ്ധരെ ഈ പ്രാർത്ഥനയ്ക്കും ഈ കൂട്ടായ്മയ്ക്കും വേണ്ടി അവിടെ നിന്ന് അനുഗ്രഹം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പാപ്പയുടെ, ഫ്രാൻസിസ് പാപ്പയുടെ രോഗങ്ങൾ മാറ്റണമേ. കർത്താവെ, കരടിനാള്, മെത്രാന്മാർ, എല്ലാ വൈദികരെ, സിസ്റ്റേഴ്സിനെ, അൽമായ പ്രേക്ഷകരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ യേശുവേ. നന്ദി, നന്ദി, നന്ദി. ധ്യാനം കൂടി പോയ എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ വരം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജപമാല സ്ഥിരം ചെല്ലുവാനും ബൈബിൾ പഠിക്കുവാനും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിലനിൽക്കുവാനുള്ള അനുഗ്രഹം എല്ലാവർക്കും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ, നന്ദി, 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 നന്ദി. ഈശോയുടെ മക്കളെ, നിങ്ങളുടെ നിയോഗങ്ങളും ബ്രദർ പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. എല്ലാം അറിയുന്ന ദൈവം, എല്ലാം കാണുന്ന ദൈവം, എല്ലാം അനുഗ്രഹിക്കുന്ന ദൈവത്തിന് എല്ലാം സാധ്യമാണ്. നടത്തണമേ കർത്താവേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന കേൾക്കണമേ. കർത്താവേ, എൻ യാചന കേൾക്കണമേ. ഈശോയെ, വേദനിക്കുന്ന മക്കള്, കഷ്ടപ്പെടുന്ന മക്കള്, തകർന്ന് കിടക്കുന്ന മക്കള്, ആരുമാരുമില്ലാതെ വേദനിക്കുന്ന മക്കൾക്ക് യേശുവേ, അങ്ങയുടെ ആണിപ്പഴുതുള്ള കരമൊന്ന് നീട്ടി ആശ്വസിപ്പിക്കണമേ, സമാധാനം നൽകണമേ. കർത്താവേ, പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന കേൾക്കണമേ. കർത്താവേ, എൻ യാചന കേൾക്കണമേ. ദൈവം സമൃദ്ധിയായി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ 7ാം നിയോഗ പ്രാർത്ഥനയിൽ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് കിട്ടട്ടെ. നമുക്ക് തുടരാം. പരിശുദ്ധ പരമാദിവ്യകാരണ ഈശോയ്ക്ക് എന്നൊരു ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാവുന്നു. അങ്ങയുടെ തിരത്തിന്മേൽമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്ത് തമ്പുരാൻ്റെ പേശൽമയാമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.